ഹായ് ഓൾ, നമ്മളിന്ന് പോകുന്നത് എടപ്പാൾ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലാണ്. സൗത്ത് ഇന്ത്യയിലെ വളരെ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ഏകദേശം 3500 വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രവും ഐതിഹ്യങ്ങളും ഉണ്ട്. ശ്രീ ശുഗ മഹർഷിയാണ് ശ്രീ ശുഗപുരം ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയത്. മഹാദേവന്റെ അനുഗ്രഹത്താലാണ് തത്തക്കുഞ്ഞായിരുന്ന ശുഗൻ മനുഷ്യക്കുഞ്ഞായത്. മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ബ്രഹ്മർഷി പദവും അദ്ദേഹം നേടി. ക്ഷേത്രത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ വലിപ്പമുള്ളൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. സാരസ്വത പുഷ്പാഞ്ജലി നടത്തി നെയ്വിളക്ക് സമർപ്പിച്ച് കദളിപ്പഴം നിവേദിക്കുന്നതാണ് പ്രധാന വഴിപാട്. ശ്രീ ദക്ഷിണാമൂർത്തിയും ശുഗ മഹർഷിയും ധ്യാനനിരതനായി ഇരിക്കുന്നതിനാൽ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഇവിടെ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്സവങ്ങളൊന്നുമില്ല. ഭാഗവതം രചിച്ചത് ശ്രീ ശുഗ മഹർഷി ആയതിനാൽ ഈ ക്ഷേത്രത്തിൽ വർഷം തോറും ഭാഗവത സപ്താഹ യജ്ഞം നടത്തിവരുന്നു. ശുഗ മഹർഷി തപസ്സിരുന്ന പുണ്യസ്ഥലമാണിത്. ക്ഷേത്രത്തിനടുത്തായിട്ട് ഊരാളുപ്പത്തിൽ ആരാധന നടത്തിയിരുന്ന ശ്രീ മഹാദേവനെ ആവാഹിച്ചിട്ട് ക്ഷേത്രക്കുളത്തിനടുത്തായിട്ട് കുളങ്കര തേവർ എന്ന പേരിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിനടുത്തായിട്ട് കുളങ്കര ദേവി ക്ഷേത്രമുണ്ട്.